ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൺ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്ന് ഇവിടെ ഒരു സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഓണിയൻ റിങ്സ്, അതാണ് ഓണിയനെ കൊണ്ടുള്ള സാധനങ്ങളാണ്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് 3 ഓണിയനെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇവിടെ. 3 ഓണിയൻ, പിന്നെ കുറച്ച് കോൺഫ്ലവർ, ഇതിൻ്റെ ഇരട്ടി വേണം മൈദ. ഇതിൽ ഇതാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൽ നോക്കാം. എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഓണിയൻ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് വീതി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വീതിയിൽ, ഞാനിപ്പോൾ ഇത്രയേ എടുക്കുന്നുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഓരോ റിങ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കണം. ഓരോ റിങ് ഇതിങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് വേണ്ടുന്നത്ര ചെറുതായാലും വലുതായാലും എല്ലാം കൂടിയിട്ട് ഒന്നായിട്ട് ആക്കാം. ഇത് ഈവനിങ് സ്നാക്സിന് നന്നായിട്ടുണ്ടാവും. ഇത് ഹോട്ടലെല്ലാം പോയാൽ നല്ല പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട സാധനമായത്. നല്ല വില കൂടിയ സാധനമാണ്. ഇങ്ങനെ എടുത്ത് ഇതിപ്പോൾ ഈ റിങ്ങിൻ്റെ ഈ സവളൻ്റെ നനവുള്ളതുകൊണ്ട് ഇത് നല്ലോണം നനവ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടിതിങ്ങനെ എടുത്ത് വെക്കുക. സവള നനവ് പോക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുക. മൈദയാണ്, മൈദയിലിട്ടിട്ട് ഇതിൻ്റെ നനവൊക്കെ പോക്കണം. ഇതിൽ ഒരു ഇതെല്ലാം സവോള ഇതിലിട്ട് സവോള മൈദയിലിട്ടിട്ട് ഇതാക്കും. സവോളക്ക് ഇതിന് മൈദക്കൊന്നും അത്ര അളവൊന്നുമില്ല. ഇത് നമ്മൾ ഇതാക്കിയിട്ട് വേറെ തന്നെ എടുത്ത് വെക്കണം. എന്നതിന് ശേഷം ഈ റിങ്ങുള്ള ഇങ്ങനെ വേറെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പൊടി കലക്കണം. സവോള മുങ്ങി ഇതിൽ മുങ്ങണം. അതിനത്ര പൊടി വേണം. ഇതിപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിന് അര കപ്പ് കോൺഫ്ലവർ, ഇതിൽ എരിവ് വേണം എന്നുള്ള ആൾ കുറച്ച് ഇതിലൊരു അര സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇതിൽ ഇടുന്നുണ്ട്. കുറച്ച് വരുന്നുള്ളു ഉപ്പും. ആവശ്യമുണ്ടെങ്കിൽ 1 സ്പൂൺ കടലക്കപ്പൊടി ഇട്ടാലും നല്ലതാണ്. ഞാനിപ്പോൾ ഇതിൽ 1 സ്പൂൺ കടലക്കപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇത് കുറച്ച് ബജ്ജിക്ക് കലക്കുന്ന അത്ര തിക്ക് വേണ്ട, കുറച്ചും കൂടി ലൈറ്റായിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കുക.
ഇതിൽ ഒരു നുള്ള് അപ്പക്കാരം, കുറച്ചും കൂടി ലൂസാണ് വെള്ളം. കൂട്ട് കുറച്ചും കൂടി ലൂസാക്കിയിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് കുറേശ്ശെ എല്ലാം ഒരുമിച്ച് ചേർക്കാണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നോക്കുക. അതിൻ്റെ ലൂസ് ഇങ്ങനെ വേണം. ഇതിൽ ഓരോ റിങ്ങും ഇതിലിങ്ങനെ മുക്കിയെടുക്കുക. ഇങ്ങനെ എടുത്ത് ഇത് ബ്രെഡ് ക്രംസാണ്. ബ്രെഡ് അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയാണ്. ഞാൻ ഇതിപ്പോൾ റസ്ക്കാന്ന് എടുത്ത് റസ്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കുക. ഇതിൽ ഇങ്ങനെ ഇത് ഓരോ റിങ്ങും ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കാം. എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിലിട്ട് പൊരിക്കാൻ ഈസി ആയിരിക്കും. സവാള വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമാണിത്. പെട്ടെന്നാവും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഉള്ളി ഇങ്ങനെ റൗണ്ടാക്കിയിട്ടുള്ള റിങ് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിൽ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ വേഗത്തിൽ പണി കഴിയും. പിന്നെ ഇത് നമുക്കൊന്ന് ഫ്രൈങ് പാൻ വെച്ച് ഫ്രൈ ചെയ്തിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്നും വേഗം തന്നെ ആവും. തിരിച്ച് മറിച്ച് വേഗം തന്നെ ഇടണം. അധികം ഫുള്ളാക്കണ്ട, കുറച്ച് സിമ്മിലാക്കിയിട്ട് സിമ്മിലാക്കി ബ്രൗൺ ആവുന്നതിന് മുമ്പേ എടുക്കണം. സിമ്മിലല്ല ഇപ്പോൾ എടുക്കാൻ നോക്കുമ്പോൾ കുറച്ച് ചൂട് ജാസ്തി വേണം, അല്ലെങ്കിൽ എണ്ണ കുടിച്ച് കളയും. നല്ലോണം കുറച്ച് ആയിട്ടില്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ചൂടാക്കി ഇത് ഒരു പ്രൈസ് എടുത്ത് രണ്ടാമത്തേലും കരിഞ്ഞു പോകാണ്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ആവും. ഇത് ഏകദേശം ആയിട്ടുണ്ട്.
ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ്. ഒന്ന് കുറച്ച് സിമ്മാക്കി ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ തന്നെ ഇട്ട് പൊരിച്ചെടുക്കുക. നമ്മളെ ഡിഷ് റെഡിയായി. ഇത് നല്ല സ്നാക്കാണ്, ക്രിസ്പി ആയിട്ടുള്ളൊരു സാധനം. 2 വലിയ സവാള ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ച് മൈദപ്പൊടിയും കോൺഫ്ലവർ, ഒരു സ്പൂൺ കടലക്കപ്പൊടി, ഇത്രയും ഉണ്ട്. പിന്നെ ഉപ്പ്, മുളക്. ചില ആൾക്കാർക്ക് മുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ വിട്ടളയാം. എരിവുണ്ടായാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത് നല്ലൊരു സ്നാക്കാണ്, ഈവനിങ് സ്നാക്ക്. ഒരു ചായയും കട്ടൻ ചായയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ അനാണ്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സ്റ്റേ അറ്റ് ഹോം. ബൈ.